Hi all, welcome to Lakshya School Plus. It's me Rahul Dev. I'm your economics faculty. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ഇന്ത്യൻ എക്കണോമിയിലെ 7th ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി ആൻഡ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ്. ഈ സെക്ടേഴ്സ് നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ നമ്മൾ അതിന് പറയും. ദെൻ ടൈപ്സ് ഓഫ് വർക്കേഴ്സ്, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് ക്ലിയർ ആക്കുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. ചെറിയൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ, എക്സാമിന് ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ചാപ്റ്റർ 7 വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ പ്രൈമറി സെക്ടർ? നമുക്ക് ഓൾറെഡി അറിയാം പ്രൈമറി സെക്ടറിൽ ആരൊക്കെ വരാം. അഗ്രികൾച്ചർ വരാം, ഫിഷിംഗ് വരാം, ഡയറി ഫാമിംഗ്, ദെൻ ഫോറസ്ട്രി, മൈനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സെക്ടർ ഇൻവോൾവ് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ദ എർത്ത്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഹാർവെസ്റ്റിംഗ്, വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ഇറക്കണം, അപ്പോൾ അഗ്രികൾച്ചർ. ദെൻ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ റിസോഴ്സസ്, ഭൂമിയിൽ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ റോ മെറ്റീരിയൽസ് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? പ്രൈമറി സെക്ടറിൻ്റെ അണ്ടറിൽ വരും. ഇറ്റ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഒന്ന് അഗ്രികൾച്ചർ, ദെൻ എക്സാമ്പിൾസ് ആണ് മൈനിങ്, ദെൻ ഫിഷിംഗ്, ഫോറസ്ട്രി ആൻഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. റിസോഴ്സസ് ഫ്രം ദി എർത്ത്, നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? വിളവെടുത്ത് വരുന്നുണ്ട്. ഹാർവെസ്റ്റിംഗ് ആണ്. ദെൻ അഗ്രികൾച്ചർ ഒക്കെയാണ്, നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ പറയുന്നുണ്ട് ദ പ്രൈമറി സെക്ടർ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് എക്സ്ട്രാക്റ്റീവ് സെക്ടർ ബിക്കോസ് ഇറ്റ് എക്സ്ട്രാക്ട് റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നുണ്ട്? എക്സ്ട്രാക്റ്റീവ് എന്ന് പ്രൈമറി സെക്ടറിന് നമുക്ക് അറിയപ്പെടാം. ഓക്കെ അല്ലേ? ദെൻ എക്സാമ്പിൾസ് ഏതൊക്കെയാടാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാമിംഗ്, അഗ്രികൾച്ചർ, ദെൻ മൈനിങ് ഉണ്ട്. ആ മൈനിങ്ങിൽ ഏതൊക്കെ വരാം? കോള്, മെറ്റൽസ്, ദെൻ എക്സെട്ര. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയണം എക്സാമ്പിൾസ് ഒക്കെ, പ്രൈമറി സെക്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ ഇവിടെ പറയുന്നുണ്ട് ഫിഷിംഗ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ എന്താണ് സെക്കൻഡറി സെക്ടർ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡറി സെക്ടറിൽ ഒക്കെയാണ്, അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അഗ്രികൾച്ചറിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷി ചെയ്തൊരു സാധനം ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെഷീനറി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. ആ ഗോതമ്പിൽ നിന്ന് അത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ബേക്കേഴ്സിൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് ഏത് സെക്ടറിൽ വരും? സെക്കൻഡറി സെക്ടറിൽ വരും. അവിടെ ഫർദർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡറി സെക്ടർ ഇൻവോൾവ് ദ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ദ ഫോം ഓഫ് പ്രൈമറി സെക്ടർ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു മാറ്റം, ഒരു കൺവേർഷൻ വരുന്നുണ്ട്. അവിടെ അപ്പോൾ ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ഇടനില പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇൻഡസ്ട്രി ആവാം, മെഷീനറീസ് ആവാം. ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള കുറച്ച് പാർട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സെക്കൻഡറി സെക്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ് ആവാം, കൺസ്ട്രക്ഷൻ ഫീൽഡുകളാവാം, ബിൽഡിംഗ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ടല്ലേ, അതാവാം. ദെൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ മെഷീനറി ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാവാം. അല്ലെങ്കിൽ ഫേംസ് ആവാം. ഇതൊക്കെ എന്താവാം? സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. ദെൻ ദിസ് സെക്ടർ ആഡ് ദ വാല്യൂ ടു റോ മെറ്റീരിയൽസ് ബൈ ടേണിംഗ് ദം ടു പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ബി സോൾഡ്. അതായത് ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റിയിട്ട് അത് സെയിൽസിന് വേണ്ടി തയ്യാറാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. മാനുഫാക്ചറിങ് സെക്ടർ ആവാം. എന്തൊക്കെയാവാം? എക്സാമ്പിൾ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്താ? കാർ ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, ദെൻ ഫുഡ് പ്രോസസ്സിംഗ് ആവാം, പിന്നെ മെറ്റീരിയൽസിൻ്റെ പെന്ന്, വാച്ചിങ് തുടങ്ങിയ മൊബൈൽസ്, ഇതൊക്കെ അല്ലേ? അവിടെയൊക്കെ ഫാക്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഇടനിലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുത്താം. ദെൻ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അത് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഹോംസ് എക്സെട്ര, അത് കൊടുക്കാം. ദെൻ റിഫൈനിങ് ആണ്, ടേണിങ് ക്രൂഡ് ഓയിൽ ഇൻ ടു ഗ്യാസ് ഓയിൽ. ക്രൂഡ് ഓയിലിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഗ്യാസ് ഓയിലിനൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ എർത്തിൽ നിന്ന് എന്ത് സോഴ്സാണ്? എർത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മേക്ക് ചെയ്ത് വന്നിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് മേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രൈമറി സെക്ടറിൽ. ഈ മേക്ക് ചെയ്ത സാധനത്തിന് നമ്മൾ എക്സ്ട്രാക്ട് ഫോമിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി ഫോം എന്ന് പറയും. ക്രൂഡ് ഓയിലിൽ നിന്ന് ഗ്യാസ് ഓയിൽ മാറ്റിയിട്ടുണ്ട്. അവിടെ എന്താണ്? ഒരു മെഷീനറി പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദെൻ കെമിക്കൽ പ്രൊഡക്ഷൻസ്, ഇതൊക്കെ നമ്മളുടെ സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ. ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ടെറിഷറി സെക്ടർ എന്ന് പറയും. ദ ടെറിഷറി സെക്ടർ
is the service sector which provides services rather than goods. ഇവിടെ ഗുഡ്സിനേക്കാൾ ഉപരി സർവീസ് ആണ്, സേവനത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന പേരിൽ കൂടി അറിയുന്നുണ്ട്. സോ പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖല, സെക്കൻഡറി ആണെങ്കിൽ എന്താണ് ദ്വിതീയ മേഖല, ദെൻ ഇവിടെ എന്താണ് തൃതീയ മേഖല, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയും. Then it includes all activities that involve providing service to business, individuals or public. ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നത്? ബിസിനസ്സിനാവാം, ഇൻഡിവിജ്വൽസിനാവാം, കസ്റ്റമേഴ്സിനാവാം, ദെൻ പബ്ലിക്കിനാവാം. ദിസ് സെക്ടർ ഓഫൺ റെഫർ ടു ആസ് ദ സർവീസ് സെക്ടർ. ഇതിനെന്താണ് സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സിമ്പിൾ അല്ലേ ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത്? ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ 7th ചാപ്റ്ററിൽ വരുന്നത് ഇത്. അപ്പോൾ എക്സാമ്പിൾസ് ആണ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ട്രേഡ്. എക്സാമ്പിൾസ് ആണ് ട്രേഡ് അടുത്താണ്, അവിടെ എന്താണ് റീറ്റെയിൽ ട്രേഡ് ഉണ്ട്, ഹോൾസെയിൽ ട്രേഡ് ഉണ്ട്. കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്, അതൊരു സേവനമാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പണത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല, മൂവ്മെന്റ് ഓഫ് മണി ഇവിടെ നടക്കുന്നുണ്ട് ഇടയിൽ. പക്ഷെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്, ഗുഡ്സും സർവീസ് കൂടിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ടീച്ചിങ്, ഡോക്ടർ ചെയ്യുന്നതൊക്കെ എന്താണ്? സർവീസസ് ആണ്. ബാങ്കിങ്ങിൽ നടക്കുന്നത് എന്താണ്? സർവീസ് ആണ്, ഫിനാൻഷ്യൽ സർവീസസ് എക്സെട്ര. ഓക്കെ, ഫിനാൻസിങ് ആൻഡ് ബാങ്കിങ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ക്ലിയർ അല്ലേ? ദെൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, എന്റർടൈൻമെന്റ് ആൻഡ് മീഡിയ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിനുള്ള എക്സാമ്പിൾസ് ആണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി ആൻഡ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആണ്. ദെൻ നമുക്ക് നോക്കാം, വർക്കേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള വർക്കേഴ്സ്. ജോലി എടുക്കുന്ന ആളുകൾ നമുക്കറിയാം, എംപ്ലോയീസിന് അറിയാം, എംപ്ലോയർ ആരാന്നറിയാം, എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ് നമുക്ക് അറിയാവുന്നതാണ്, ചെറിയ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ജോലി വർക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെമ്യൂണറേഷന് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണ്, അയാളുടെ എഫേർട്ട് എടുത്തിട്ട് ജോലി കംപ്ലീറ്റ് ആയി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എംപ്ലോയർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ കാറ്റഗറിയിൽ വർക്കേഴ്സിനെ മാറ്റാം, അതാണ് ആ 3 കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാണ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്, ദെൻ കാഷ്വൽ വേജ് ലേബറർ, ദെൻ റെഗുലർ ഓർ സാലറീഡ് എംപ്ലോയീസ്. 3 കാറ്റഗറി ഉള്ളൂ. അത്ര സിമ്പിളാണ് ഇത് പഠിക്കാനുള്ളത്. സെൽഫ് എംപ്ലോയിഡ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ ആരുണ്ടാവില്ല, ഒരു മേൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മേലായിട്ടുള്ള നമ്മൾക്ക് അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കില്ല. ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ കർഷകനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു. എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇറ്റ് മീൻസ് എ പേഴ്സൺ ഹൂ വർക്ക് ഫോർ ദംസെൽവ്സ്. അതായത് സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇപ്പോൾ അഗ്രികൾച്ചർ ഫാർമർ, ദെൻ ഒരു ബാർബർ എന്താണ്? ഒരു ബാർബർ എന്താണ്? സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ്. പിന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്യാണ്, ഇപ്പോൾ കുക്ക്, അത് സെൽഫ് എംപ്ലോയിഡ് അല്ലേ? ഓക്കെ, ദെൻ പച്ചക്കറി വിൽക്കുന്ന ഒരാളുണ്ട്, സ്വന്തമായിട്ട് ചെറിയ പച്ചക്കറി കട, അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ സ്മോൾ റീറ്റെയിൽ ഷോപ്പുകൾ, ഓക്കെ അല്ലേ? സ്വന്തമായിട്ട് നടത്തുന്ന എന്താണ്? സെൽഫ് എംപ്ലോയിഡ് ആണ്. ഓക്കെ അല്ലേ? റാദർ ദാൻ ഫോർ ആൻ എംപ്ലോയർ. ഒരു എംപ്ലോയർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി സ്വന്തം കാര്യത്തിന് വേണ്ടി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയും. ക്ലിയർ? They run their own business or work as freelancers, earning income directly from their work or services. സ്വന്തമായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ അവരുടെ സേവനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ വരുമാനം കണ്ടെത്തുന്നു. ഫ്രീലാൻസ് ചെയ്തിട്ടാവാം, സ്വന്തമായിട്ടുള്ള ബിസിനസ് നടത്തിയിട്ടാവാം. ഓക്കെ അല്ലേ? ഓക്കെ, അതാണ് സെൽഫ് എംപ്ലോയിഡിൽ വരുന്നത്. ആണോ? അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പിക്ചേഴ്സ് ആയി തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം എന്താണ് കാഷ്വൽ വേജ് ലേബറർ. കാഷ്വൽ വേജ് ലേബറർ അതായത് പെർമനന്റ് ആയിട്ട് ജോലി ഉണ്ടാവില്ല, ചില സമയങ്ങളിലായിരിക്കും അയാൾക്ക് ജോലി ഉണ്ടാവുന്നത്. സ്പെസിഫിക് ആയിട്ട് ഇന്ന മാസം വരുമാനം വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എല്ലാ വീക്കിലും എനിക്ക് സാലറി കയറും, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ മാത്രമായിരിക്കും അയാൾക്ക് എന്തുണ്ടാവുക? ജോലി ഉണ്ടാവുള്ളൂ. ആർ വർക്കേഴ്സ് ഹു ആർ എംപ്ലോയിഡ് ഓൺ ഇറഗുലർ ഓർ ടെമ്പററി ബേസിസ്. ടെമ്പററി ബേസിസ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആവാം. ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആൾക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ സ്വന്തമായിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളാണ്. പക്ഷേ ഒരു കാഷ്വൽ വേജ് ലേബറിനെ സംബന്ധിച്ച് അയാൾക്ക് നാളെ ജോലി ഉണ്ടോയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഒരു ചുമട്ട തൊഴിലാളി ചിലപ്പോൾ ഇന്ന് ജോലി ഉണ്ടാവും, ചിലപ്പോൾ നാളെ ജോലി ഉണ്ടാവില്ല. അയാൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള സാലറി മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലാതെ മാസത്തിൽ പോയിട്ട് ഒരു ചുമട്ട തൊഴിലാളിക്ക് മാസം എത്ര വരുമാനം എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് നാളെ ജോലി ഉണ്ടെങ്കിൽ നാളെ വരുമാനമുണ്ട്, നാളെ ജോലി ഉണ്ടോയെന്ന് ഉറപ്പില്ല. ക്ലിയർ അല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ചുമട്ട തൊഴിലാളി എന്നുള്ളത്. സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് ജോലികൾ വേറെ ഉണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഓഫൺ വിത്തൗട്ട് എ ലോങ് ടേം കോൺട്രാക്ട്. ഇവിടെ എന്തുണ്ടാവില്ല? ഒരു ലോങ് ടേം കോൺട്രാക്ട് അവിടെ ഉണ്ടാവില്ല. ദേ ആർ പെയ്ഡ് ഹവർലി ഓർ ഡെയിലി വേജസ്.
അതായത് അവർ മണിക്കൂറിനോ അല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിട്ടാണ് അവരുടെ പേയ്മെന്റ് എന്ന് പറയുന്നത്, കൂലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ശമ്പളം, സാലറി എന്ന് പറയുന്നത് ഫോർ ദ വർക്ക് ദേ ഡു. ആൻഡ് ദെയർ എംപ്ലോയ്മെന്റ് ഈസ് ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ഷോർട്ട് ടേം നീഡ്സ്. അവരുടെ എംപ്ലോയ്മെന്റ് എന്താണ്? ഷോർട്ട് ടേം നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതായിരിക്കാം, കുറഞ്ഞ നേരത്തെ ജോലി ആയിരിക്കാം. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സച്ച് ആസ് ഡ്യൂറിങ് പീക്ക് സീസൺസ് ഓർ വെൻ ദർ ഇസ് എനി എക്സ്ട്രാ വർക്ക്. അത്തരത്തിലുള്ളൊക്കെ സിറ്റുവേഷൻസിൽ വരുമ്പോൾ മാത്രം ജോലി എന്നാണ് ഇവിടെ പറയുന്നത് കാഷ്വൽ വേജ് ലേബറിൽ. ഇനി എന്താ സംശയമുള്ളത്? ഇല്ല, 2 കാറ്റഗറി ഓക്കെ. ഇനി മൂന്നാമത്തത് റെഗുലർ ഓർ സാലറീഡ് എംപ്ലോയി. നമുക്കറിയാം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യണം, ഒരു ഓഫീസ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റെഗുലർ സാലറീഡ് എംപ്ലോയി ആണ്. അയാൾക്ക് നിത്യ വരുമാനമുണ്ട്, അയാൾക്ക് ലീവ് കിട്ടുന്നുണ്ട്, അയാൾക്ക് സാലറി അലവൻസസ് കിട്ടുന്നുണ്ട്. ഇന്ന് അയാൾ ജോലിക്ക് പോയിട്ടില്ല, പക്ഷെ സാലറി വരുമ്പോൾ എന്താണ്? അയാൾക്ക് ആ ദിവസത്തെ കൂടി സാലറി ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഫിക്സഡ് എമൗണ്ട് സാലറി വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് വേജ് വാങ്ങുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അയാളെ നമ്മൾ എന്തെന്ന് പറയാം? എ റെഗുലർ ഓർ സാലറീഡ് എംപ്ലോയി എന്ന് പറയാം. ഓക്കെ അല്ലേ? അത് ആ സോഴ്സ് ഒന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എ റെഗുലർ സാലറീഡ് എംപ്ലോയി ഈസ് someone who receive a fixed amount of compensation or salary or money each month or each week. ഈച്ച് മന്തിലോ ഈച്ച് വീക്കിലോ എന്ത് കിട്ടുന്നുണ്ട്? സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്, റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദേ വർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ അയാൾക്കൊരു നിത്യവരുമാനം കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ് നടക്കുന്നുണ്ട്. അത്തരത്തിൽ വാങ്ങുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്തെന്ന് പറയും? എ റെഗുലർ ഓർ സാലറീഡ് എംപ്ലോയി എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സിമ്പിൾ ടോപ്പിക് എന്ന് പറയുന്നത്. ഏതായിരുന്നു നമ്മുടെ ടോപ്പിക്? ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി ആൻഡ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ്. നമ്മുടെ ചാപ്റ്റർ 7 +1 ഇന്ത്യൻ എക്കണോമിയിൽ. ഓക്കെ അല്ലേ? ഒരു ഷോർട്ട്, അതായത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിൽ നിന്ന് വരിക. പക്ഷെ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ ടേംസ് ഉണ്ടല്ലോ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ടേഴ്സ് ഓഫ് എക്കണോമി, ദെൻ ഈ ടൈപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. സോ താങ്ക് യു.